وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أولا يرون أنهم يفتنون في كل عام مرة أو مرتين ثم لا يتوبون ولا هم يذكرون. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കാരുണ്യവാനായ അല്ലാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, സ്വർഗാവകാശികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസികൾ കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ ഈ സമയം വരെയും TV തുറന്നാൽ കണ്ണിൽ തറച്ചു പോകുന്ന കാഴ്ചകളാണ് നാം ഓരോരുത്തരും കാണുന്നത്. കാത് തുറന്നാൽ പിന്നീട് ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത നിലവിളികളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നെഞ്ചുപൊട്ടുന്ന, കരളലിയിക്കുന്ന ദൃശ്യങ്ങളും വാർത്തകളും കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് അസ്വസ്ഥമായ ഒരു സമയവും സന്ദർഭവുമാണ്. വയനാടിന്റെ ചൂരൽമല മുതൽ അറബിക്കടൽ വരെ മൃതദേഹങ്ങളും മനുഷ്യാവയവങ്ങളും ചിതറിക്കിടക്കുന്ന കാഴ്ച നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ നമ്മൾ കാണുകയോ അനുഭവിക്കുകയോ ചെയ്യാത്ത, ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സംഭവമായി മാറിയിരിക്കുകയാണ്. 300ഓളം വീടുകൾ ഒഴുകിപ്പോയി എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ ശരാശരി 3 പേരെ കൂട്ടിയാൽ എത്ര പേരുണ്ടാവും? ഒരുപക്ഷെ നമുക്ക് ലഭിച്ച മരണക്കണക്കുകളേക്കാൾ എത്രയോ മടങ്ങാണ് യഥാർത്ഥ മരണസംഖ്യ എന്ന് പറയുന്നത്. ഒരു വേള നമ്മളൊക്കെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, അവരും നമ്മെ പോലെ രാത്രി കുടുംബത്തിന്റെ കൂടെ ഭക്ഷണം കഴിച്ച് മഴയുടെ തണുപ്പിൽ സ്വസ്ഥമായി ഉറങ്ങാൻ കിടന്നവരായിരുന്നു.
ഉറ്റവരുമായി ചേർന്നിരുന്ന് ഉറ്റവരുമായി ചേർന്നു കിടന്ന് രാത്രി സമയം ചെലവഴിച്ചവരാണ് അവരിൽ മഹാഭൂരിപക്ഷവും. എന്നാൽ തൊട്ടടുത്ത പുലരിയിൽ അതിനേക്കാൾ വലിയ പ്ലാനിങ്ങോടുകൂടി വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് കിടന്നവർ പോലും തടുക്കാനാവാത്ത മലവെള്ളപ്പാച്ചിൽ ഒരു നിമിഷ നേരം കൊണ്ട് എല്ലാം ഇല്ലാതായി തീർന്ന ആ ഒരു ചരിത്ര സംഭവത്തിനാണ് നമ്മൾ ഓരോരുത്തരും സാക്ഷികളായിരിക്കുന്നത്. ഒരാളും രണ്ടാളുമല്ല, ഒരു ഗ്രാമം മുഴുവനും ഇല്ലാതായതിന്റെ വാർത്തകളാണ് നമ്മൾ ഓരോ നിമിഷവും കേട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ ദുഃഖങ്ങളാണ് ഓരോ സെക്കൻഡുകളും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. നിമിഷ നേരം കൊണ്ട് മണ്ണിലടിയിലായവർ, പ്രിയപ്പെട്ടവരുടെ മരണം നേരിൽ കണ്ട് നിന്നവർ, അതേപോലെ തന്നെ മലവെള്ളപ്പാച്ചിലിൽ കൂടെയുള്ളവർ, ഒഴുകിപ്പോകുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നവർ, കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെല്ലാം വേർപിരിഞ്ഞ് ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം അവശേഷിച്ച സാഹചര്യമുണ്ടായവർ, ഒരു വേള ഒഴുക്കിനിടയിൽ ഒരു പിടിവള്ളി കിട്ടി അതിൽ അള്ളിപ്പിടിച്ച് ജീവിതത്തിലേക്ക് കയറി വന്നവർ, സ്വന്തം പ്രിയപ്പെട്ടവർ മണ്ണിനടിയിലേക്ക് ആഴ്ന്നു പോകുന്നത് നോക്കി നിൽക്കേണ്ടി വന്നവർ, ഒരു വേള സ്നേഹനിധികളായ മക്കളെ അവസാന നിമിഷവും കയ്യിൽ പിടിച്ച് എനിക്കൊരു രക്ഷയുമില്ലെന്ന് തോന്നി അവസാന നിമിഷത്തിൽ മക്കളെ കൈവിടേണ്ടി വന്ന ഒരുപാട് രക്ഷിതാക്കൾ. ഇതാണ് ഈ കഴിഞ്ഞ 3 ദിവസത്തിലെ വയനാടിന്റെ മണ്ണിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും കേട്ട വാർത്തകളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഏറ്റവും ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ. വിശ്വാസികളെ, ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ആലോചിക്കേണ്ടത് അവരും നമ്മുടെ ഭാഗമാണ്. അതുകൊണ്ട് ഒന്നാമതായി എനിക്കും നിങ്ങൾക്കും നിർവഹിക്കാനുള്ളത് പ്രാർത്ഥന തന്നെയാണ്. ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ഈ ദുരന്തത്തിൽ ഒഴുകിപ്പോയ വിശ്വാസികൾക്ക് ഷഹീദിന്റെ പദവി നൽകി ജന്നാത്തിൽ ഫിർദൗസിൽ അല്ലാഹു പ്രവേശിപ്പിക്കുമാറാകട്ടെ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ദുരന്തത്തിൽ സാരമായി പരിക്കുപറ്റി ആശുപത്രിയിൽ കഴിയുന്നവർക്ക് അല്ലാഹു സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ കുടുംബത്തിലും ശേഷിച്ചവർക്ക് ഉറ്റവരുടെ വേർപാടിൽ ക്ഷമിക്കാനുള്ള മനക്കരുത്തും ഈമാനും തവക്കുലും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് എത്രയും പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ മാത്രം അവസാനിക്കേണ്ടതല്ല ഈ പ്രാർത്ഥന. നിരന്തരമായി നമ്മുടെ മനസ്സുകളിൽ ഓർത്തോർത്തുകൊണ്ട് ഇവരെ ഓർമ്മിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ഒന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ളത് അതാണ്. രണ്ടാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്ക് ചെയ്യാനുള്ളത്, അവരെ പ്രാർത്ഥന കൊണ്ട് സഹായിക്കുന്നത് പോലെ സഹായിക്കാൻ പറ്റുന്ന മറ്റു മേഖലകളിൽ എങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം അവരെ സഹായിക്കുക എന്നത് തന്നെയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ പള്ളികളിലെല്ലാം അവർക്ക് വേണ്ടിയുള്ള കളക്ഷനുകൾക്ക് പ്രത്യേകമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഈ പള്ളിയിലും നടക്കുന്ന കളക്ഷൻ 2 രീതിയിലാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഒരു കാറ് ആ വഴി ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതൊന്ന് മാറ്റിയിടണം. ആരാണോ അതെല്ലാ ദിവസവും പ്രത്യേകം ശ്രദ്ധിക്കും. ഇപ്പൊ നമ്മുടെ പള്ളിയിലും ഇന്ന് നടക്കുന്ന കളക്ഷൻ 2 കളക്ഷൻ രീതിയാണ് കളക്ഷൻ ഉള്ളത്. ഒന്ന്, ഇവിടെ സാധാരണ നടക്കുന്ന ഒരു ബക്കറ്റ് കളക്ഷൻ ഉണ്ട്. ആ ബക്കറ്റ് കളക്ഷൻ വയനാട്ടിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള കളക്ഷനാണ്. അതേപോലെ തന്നെ നമ്മുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് എല്ലാ പള്ളികളിൽ നിന്നും ഒരു സ്പെഷ്യൽ QR കോഡ് ഒട്ടിച്ചിട്ടുണ്ട്.
അത് നമ്മുടെ പള്ളിയുടെയും പുറത്ത് അത് ഒട്ടിച്ചിട്ടുണ്ട്. അതിൽ സ്കാൻ ചെയ്ത് നമ്മുടെ സമ്പാദ്യത്തിലുള്ളൊരു വിഹിതം നമ്മുടെ സഹോദരങ്ങൾക്ക് കൊടുക്കാനുള്ള ശ്രദ്ധ കൂടി നമുക്കുണ്ടാവണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. കഴിവിന്റെ പരമാവധി സഹായിക്കേണ്ടതുണ്ട്. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാഇ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം, അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. മൻ നഫസൻ മുഅ്മിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ. ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ പ്രയാസങ്ങളിൽ നിന്നൊരു പ്രയാസത്തെ ഒരുത്തൻ നീക്കാൻ ശ്രമിച്ചാൽ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അവന്റെ പ്രയാസങ്ങളിൽ നിന്നുള്ള പ്രയാസത്തെ അല്ലാഹു നീക്കും. വമൻ യസ്സറ അലാ മുഅ്സിരിൻ. പ്രയാസം അനുഭവിക്കുന്നവന്റെ ഒരു പ്രയാസത്തിന് ഒരാരെങ്കിലും എളുപ്പം നൽകിയാൽ യസ്സറല്ലാഹു അലൈഹി ഫിദ് ദുനിയ വൽ ആഖിറ. ഇഹലോകത്തും വരാനിരിക്കുന്ന പരലോകത്തും അവന്റെ പ്രയാസങ്ങളെ അല്ലാഹു ദൂരീകരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൃത്യമായി നമ്മൾ നൽകുന്ന ഓരോ സംഖ്യയും അത് കൃത്യമായി അതിന്റെ അവകാശികൾക്ക് എത്തുന്ന ഒരു സംവിധാനം എന്ന നിലയ്ക്ക് എല്ലാ ആളുകളും തന്റെ കഴിവിനനുസരിച്ചുകൊണ്ട് സഹായിക്കണമെന്നാണ് രണ്ടാമതായി ഈ ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തി ഓർമ്മപ്പെടുത്തുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തേത് ഇതിൽ നിന്നുള്ള പാഠം ഉൾക്കൊള്ളുക എന്നതാണ്. ഏതൊരു സംഭവം നടന്നാലും വിശ്വാസികളെ നമുക്ക് അതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള ശ്രദ്ധയാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത്. ഒരുപക്ഷെ വലിയത് വന്നാൽ ശരീരത്തിനെ മറക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അല്ലേ, നോക്കുന്നെങ്കിൽ നമ്മുടെ സ്വന്തം ശരീരത്തിൽ ഒരു ചെറിയ മുറിവ് പറ്റി എന്ന് വിചാരിക്കാം. ആ മുറിവുമായി നമ്മൾ നടക്കുമ്പോഴാണ് നമ്മളൊന്ന് തട്ടിത്തടഞ്ഞു വീണ് നമ്മുടെ കൈയിന്റെയോ കാലിന്റെയോ ഒരു എല്ലിന് പരിക്ക് പറ്റുന്നത് എങ്കിൽ ആ എല്ലിന് പരിക്ക് പറ്റിയതാണ് നമ്മുടെ കൈയിനോ കാലിനോ ഒരു ചെറിയ മുറിവ് നേരത്തെ ബാധിച്ചതിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതും അതിനെ ഓർക്കുകയും ചെയ്യുന്നത്. ഇതേപോലെ തന്നെ അതിനേക്കാൾ വലുതാകും ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞാൽ ആ മുറിച്ചു മാറ്റുന്നതാണ് നമ്മുടെ കൈയിന്റെയോ കാലിന്റെയോ എല്ല് പൊട്ടുന്നതിനേക്കാൾ ഞാനും നിങ്ങളും ഗൗരവത്തോടുകൂടി കാണുന്നത്. ശിരൂരിൽ ഒരാൾ നഷ്ടപ്പെട്ടത് ദിവസങ്ങളോളം നമ്മെ വേദനിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജില്ലക്കാരനായ ഒരു സഹോദരൻ തന്നെയായിരുന്നു. എന്നാൽ നോക്കുന്നെങ്കിലും ആ വേദനയും വിഷമമൊക്കെ ഇന്ന് ആളുകൾ മറന്നുപോയി. വയനാട് ദുരന്തം വന്നപ്പോൾ അത് നമ്മുടെ മനസ്സിൽ ചെറുതായി മാറി. 10-14 ദിവസങ്ങളിൽ കർണാടകയുടെ ഒരു ഭാഗത്ത് എല്ലാവിധ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തി തെരച്ചിൽ നടത്തിയിട്ടും അത് വിഫലമായ സന്ദർഭത്തിൽ അതിനെക്കുറിച്ചുള്ള വേദനകളുമായി കഴിയുമ്പോഴാണ് ഒരു മഹാദുരന്തം നമ്മുടെ മുമ്പിലേക്ക് പൊട്ടിപ്പുറപ്പെട്ടു വരുന്നത്. എങ്കിൽ ആ 14 ദിവസം ഓരോ സെക്കൻഡുകളിൽ നമ്മൾ വാർത്തകൾ നോക്കി എന്താണ് പുതിയ കാര്യങ്ങളെന്ന് വിലയിരുത്തിയപ്പോഴും പ്രിയപ്പെട്ടവരെ അതെല്ലാം മറന്നാണ് ഇന്ന് നമ്മൾ വയനാട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു വേള നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയും അതുതന്നെയാണ്. വെള്ളം കുത്തിയൊലിച്ചു വന്നപ്പോൾ എല്ലാം വിട്ടേച്ചുകൊണ്ട് ഓടിയവർ ആ കൂട്ടത്തിലുണ്ട്. ഇതുപോലെ ഒരു അവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ വരാനുണ്ട് എന്ന ആ ഒരു ബോധമാണ് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ നിന്ന് ഞാനും നിങ്ങളും കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഖിയാമത്ത് നാൾ വന്നാൽ മറ്റെല്ലാറ്റിനെയും അത് മൂടിക്കളയുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഹൽ അതാക ഹദീസുൽ ഗാശിയ. ആ മൂടുന്ന സംഭവത്തിന്റെ വർത്തമാനക്കും നിനക്ക് വന്നു കിട്ടിയില്ലേ എന്ന വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം എല്ലാത്തിനെയും മൂടിക്കളയുന്ന, എല്ലാത്തിനെയും മറപ്പിക്കുന്ന ഒരു മഹാദുരന്തത്തെ കുറിച്ചാണ് ആ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിലെ 49-50 ആയത്തിലും അതിന്റെ ഗൗരവത്തെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. അതിന്റെ ഗൗരവത്തെ ഏറ്റവും ഗൗരവത്തിൽ പഠിപ്പിക്കുന്ന ഒരു വചനമാണ് സൂറത്ത് ഹജ്ജിലെ 1-ാമത്തെയും 2-ാമത്തെയും ആയത്ത്.
യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ടാണ് ആയത്ത് തുടങ്ങുന്നത്. ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്ന സൽസലത്ത സാഅതി ശൈഉൻ അലീം, തീർച്ചയായും ആ അന്ത്യദിനത്തിലെ പ്രകമ്പനമുണ്ടല്ലോ അത് ഏറ്റവും ഗൗരവമേറിയതാണ്, മഹത്തായതാണ്, ഏറെ ഗൗരവമുള്ളതാണ് എന്നാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. യൗമ തറൗനഹാ തദ്ഖലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്, മുല കൊടുക്കുന്ന ഓരോ ഉമ്മമാരും താൻ മുല കൊടുക്കുന്ന കുട്ടിയെ കുറിച്ച് അശ്രദ്ധമായി പോകുന്ന ദിവസമാണത്. മാത്രമല്ല പ്രസവിക്കാൻ സമയമാവാത്ത സ്ത്രീകൾ പോലും പ്രസവിച്ചു പോകുന്ന, ജനങ്ങളെയെല്ലാം മത്തുപിടിച്ചവരായി കാണുന്ന അവസ്ഥയുണ്ടെന്ന് ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ശബ്ദം കേട്ടപ്പോൾ തന്റെ വീട്ടിലുള്ള കുട്ടികളുമായി പുറത്തിറങ്ങിയവരാണവർ. രണ്ടാമത്തെ ശബ്ദമോ മൂന്നാമത്തെ ശബ്ദമോ കേട്ടപ്പോൾ അവർ തങ്ങളുടെ കുട്ടികളുമായി ഓടിയവരാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവസാനം കുട്ടിയും രക്ഷപ്പെടില്ല, ഞാനും രക്ഷപ്പെടില്ലെന്ന് തോന്നിയപ്പോൾ ഏതോ ഒരു നിമിഷത്തിലെ തന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന കുട്ടിയുടെ ആ കയ്യിലെ പിടിവിട്ടുകൊണ്ട് സ്വന്തം രക്ഷയെക്കുറിച്ച് ആഗ്രഹിച്ചുകൊണ്ട് പാഞ്ഞവർ, പ്രിയപ്പെട്ടവരെ, വയനാടിന്റെ ആ ഉരുൾപൊട്ടലിന്റെ ചില ചർച്ചകളിൽ നമ്മൾ എവിടെയോ ചർച്ചകളിൽ നമ്മൾ കേട്ടുപോയ ചില കാര്യങ്ങളാണ്. ഇതിനേക്കാൾ ഭീകരമാണ് വരാനിരിക്കുന്ന ദുരന്തമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനും വിശുദ്ധ ഖുർആനും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എത്രമാത്രമാണോ അതിന്റെ ഗൗരവമെന്നോ, രണ്ടാളുകൾ അഥവാ വാങ്ങുന്നവനും വിൽക്കുന്നവനുമായി രണ്ടുപേർ തങ്ങളുടെ വസ്ത്രം വിരിച്ചിടവേ അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ അതിൽ കച്ചവടം നടത്തുന്നവനോ അതിനെ വാങ്ങുന്നവനോ അത് മടക്കി വെക്കാനോ വാങ്ങുവാനോ സമയം പോലും ലഭിക്കാത്ത അത്രയും പെട്ടെന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. താൻ കറന്നെടുത്ത പാലുമായി ഒരാൾ മടങ്ങുന്ന വേളയിൽ അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ അയാൾക്കത് രുചിച്ചു നോക്കാനാവില്ലെന്നാണ്. ഒരാൾ തന്നെ ഹൗദ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ കാലികൾക്ക് വെള്ളം കൊടുക്കാനുള്ള, എന്നാൽ ആ കാലികൾക്ക് വെള്ളം കൊടുക്കാനുള്ള അവസരം പോലും അയാൾക്ക് ലഭിക്കാത്ത അവസ്ഥയിലും വളരെ പെട്ടെന്ന് ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്നാണ്. ഇനി മാത്രമല്ല, പ്രവാചകൻ പറഞ്ഞ വാചകം നോക്കൂ നിങ്ങൾ, എന്റെ ഭക്ഷണം ഒരാൾ വായിലേക്ക് ഉയർത്തിയിരിക്കെ അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും. അയാൾ ഉയർത്തിയ ആ ഒരു ഭക്ഷണം അയാൾക്ക് കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടാകുമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ വാചകങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇത്തരം അവസ്ഥകളെ കുറിച്ച് വിലയിരുത്തുമ്പോ എനിക്കും നിങ്ങൾക്കും വിലയിരുത്താനുണ്ട്. അതെല്ലാം ഓർത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. പിന്നെയോ പ്രിയപ്പെട്ടവരെ, ഇവിടെ വെച്ചാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മുടെ മരണം സംഭവിക്കുക എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ആരും ഒരു മരണത്തെ കണ്ടവരല്ല. അവിടെയുള്ള ഹൈസ്കൂളിലെ അധ്യാപകന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാചകങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട കുട്ടികളാണ് വേർപിരിഞ്ഞത്. ആ നാട്ടിലുള്ള ആളുകൾ അവർ രാവിലെ സ്കൂളിലേക്ക് കൊണ്ടുവന്നാക്കുന്നത്, ആ സ്കൂൾ എന്ന് പറഞ്ഞാല് തോട്ടം പണിക്കാരായ അവർക്ക് അവിടെ കുട്ടികൾക്കുള്ള ഒരു സംരക്ഷണ കേന്ദ്രമാണ്. ഞങ്ങളെന്ന് പറഞ്ഞാല് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ കുട്ടികളെ സംരക്ഷിക്കുന്ന അവരുടെ രക്ഷിതാക്കളാണ്. വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് അവർ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് തോട്ടം പണിക്കാരായ ആ രക്ഷിതാക്കൾ വീട്ടിലേക്ക് വരുന്നത്. ഒരുപക്ഷെ പകല് മുഴുവനും ഒരു വീടായി ആ നാട്ടിലുള്ള ആളുകൾ കാണുന്നത് ഞങ്ങളുടെ സ്ഥാപനമാണ്, അവരുടെ രക്ഷിതാക്കളായി അവർ ഞങ്ങളെയാണ് കാണുന്നതെന്ന് ഒരു അധ്യാപകൻ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ അധ്യാപകന് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. വൈകുന്നേരം എല്ലാവരും അങ്ങാടിയിൽ ഉണ്ടാകും, എല്ലാവരോടും പരസ്പരം സംസാരിക്കും, എല്ലാവരും പരസ്പരം നല്ല ബന്ധമാണ്. ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെയാണ് ആ അധ്യാപകന് വിതുമ്പുന്നത്. നമ്മൾ അറിയേണ്ടതും അങ്ങനെ തന്നെയാണ്. നാം നമ്മുടെ വീടിൽ നിന്ന് ഇന്ന് നമ്മൾ ധരിച്ച കുപ്പായം, അത് പ്രിയപ്പെട്ടവരെ നമ്മളാണ് ധരിച്ചത്. ഒരുപക്ഷേ
നാം ധരിച്ച ഈ കുപ്പായം ഒരുപക്ഷെ അഴിച്ചു മാറ്റുന്നത് അത് നമ്മളായിക്കൊള്ളണമെന്നില്ല, അത് നമ്മുടെ കൂടെയുള്ള മറ്റുള്ളവരായി ആരെങ്കിലും ആയേക്കാം. അതുകൊണ്ട് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, മരണം എപ്പോൾ എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ലെന്ന വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം 34-ാമത്തെ ആയത്താണ്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ, ഒരാൾക്കും അറിയില്ല നാളെ ഞാൻ എന്താണ് സമ്പാദിക്കുക എന്നത്. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്, നാളെ അല്ലെങ്കിൽ വമാ തദ്രീ നഫ്സുൻ, ഒരു മനുഷ്യനും അറിയില്ല ബിഅയ്യി അർദിൻ തമൂത്ത്, ഞാൻ ഏത് ഭൂമിയിൽ വെച്ചാണ് മരിക്കുക എന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരം അനുഭവങ്ങളും ഇത്തരം സംഭവങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ നാമും നമ്മുടെ മരണത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. മറ്റൊരു ഗുണപാഠം എന്താണെന്നോ, നാം സുരക്ഷിതരാണെന്നും നാം സേഫ് സോണുകളിലാണെന്നും നമ്മളാരും വിചാരിക്കേണ്ടതില്ല. ഉരുൾപൊട്ടാനുള്ള മലകളൊന്നും ഞാൻ താമസിക്കുന്നിടത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഒരുപക്ഷെ നമ്മൾ നദിക്കരയിലാണുള്ളത്, അതുമല്ലെങ്കിൽ നമ്മൾ നല്ലൊരു സ്ഥലത്താണുള്ളത്. ആ ഭൂമിയെ അല്ലാഹു ഉള്ളിലേക്ക് വലിക്കാനും അല്ലാഹുവിന് കഴിയും. അതേപോലെ തന്നെ താമസിക്കുന്ന വീട് അതൊന്നിച്ചുയർത്തി അത് തകിടം മറിക്കാനും അല്ലാഹുവിന് കഴിയും. നമ്മുടെ ചാരത്തുകൂടി ഒഴുകുന്ന പുഴകളെ അത് ശക്തമായി നമ്മുടെ വീട്ടിലേക്ക് അടിച്ച് നമ്മുടെ വീട് മുഴുവനും തകർത്ത് നമ്മെ ഇല്ലാതാക്കാനും അല്ലാഹുവിന് കഴിയും. അതുകൊണ്ട് ഞാൻ സുരക്ഷിതനാണ്, എനിക്കൊരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളാരും വിചാരിക്കേണ്ടതില്ല. അതാണ് വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം 97-ാമത്തെയും 98-ാമത്തെയും ആയത്തിൽ അല്ലാഹു ചോദിക്കുന്നത്, അഫഅമിന അഹ്ലിൽ ഖുറ, ആ നാട്ടുകാരെ നിർഭയരാണോ? അയ്യതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ, എന്നാലും അവർ രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കെ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിനെ പറ്റി അവർ നിർഭയരാണോ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. ആ നാടുകളിലുള്ളവർക്ക് അവർ പകൽ സമയത്ത് കളിച്ചു നടക്കുന്നതിനിടയിൽ നമ്മുടെ ശിക്ഷ വരുന്നതിനെ പറ്റിയും അവർ നിർഭയരായി കഴിയുകയാണോ എന്ന് അല്ലാഹുവിന്റെ ചോദ്യമാണ്. നിർഭയപ്പെടാൻ എനിക്കും നിങ്ങൾക്കും അവസരമില്ല എന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തെ താളം തെറ്റുന്ന മഹാദുരന്തം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നാം നിസ്സഹായരാണ് പ്രിയപ്പെട്ടവരെ, നാം നിസ്സഹായരാണ്. വയനാടിന്റെ ദുരന്തത്തിൽ അത് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചില്ലേ, ഒരുപക്ഷെ കൂടെയുള്ളവർ പിടഞ്ഞു മരിക്കുന്നത് കാണാൻ കഴിഞ്ഞവരാണ്. അതിൽ മഹാഭൂരിപക്ഷം ആളുകളും എന്റെ ഉമ്മ പോകുന്നത്, എന്റെ വാപ്പ പോകുന്നത്, എന്റെ അച്ഛൻ മരണത്തിലേക്ക് പോകുന്നത്, എന്റെ അമ്മ മരണത്തിലേക്ക് പോകുന്നത്, എന്റെ പെങ്ങള് പോകുന്നത്, എന്റെ ഭാര്യ പോകുന്നത്, എന്റെ കുട്ടികളെല്ലാം പോകുന്നത് നോക്കി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഞാൻ മാത്രമാണ് 16 അംഗങ്ങളിൽ 16 അംഗ കുടുംബത്തിൽ ഞാൻ മാത്രമാണ് ബാക്കിയായത്. എന്നെ കൂടി ദൈവം തിരിച്ചു വിളിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഹൃദയത്തിന്റെ വേദനയിൽ ഒരു സഹോദരൻ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് നിസ്സഹായതയുടെ വാക്കാണ്. അല്ലാഹുവിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയരണം. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, അൻതുമുൽ ഫഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്, അല്ലാഹു ധന്യനാണ് എന്ന് അല്ലാഹു വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം 15-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കണം. നാഥ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുത്തണേ എന്ന നിരന്തരമായ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു ദൃഷ്ടാന്തം കൂടിയുണ്ട്. റബ്ബിലേക്ക് മടങ്ങാൻ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങാൻ, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ ഓരോ വർഷവും 1-2 പരീക്ഷണങ്ങൾ അല്ലാഹു നമുക്ക് നൽകുമത്രേ. ആരാ പറയുന്നത്? അല്ലാഹുവാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം 126-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, നോക്കുന്നെങ്കിൽ, അവലാ യറൗന, അവർ കാണുന്നില്ലേ, അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ,
ഓരോ വർഷവും അവരെ പരീക്ഷണത്തിന് വിധേയമാക്കുന്നത് മർറത്തിന് ഒരു തവണ, ഔ മർറത്തൈനി അല്ലെങ്കിൽ 2 തവണ. ഓരോ വർഷവും ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാകുമെന്നാണ്. എന്തിനാണ് ആ പരീക്ഷണമെന്നോ? അള്ളാഹുവിനെ ഓർക്കാനാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, സുമ്മലായതൂബൂന, എന്നിട്ടും അവർ ഖേദിച്ചു മടങ്ങുന്നില്ല, വലാഹും യദ്ദക്കറൂന, അവർ ചിന്തിച്ചു മനസ്സിലാക്കുന്നുമില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ വർഷത്തിലും നമ്മുടെ മുമ്പിൽ 1 or 2 പരീക്ഷണങ്ങൾ വരുമ്പോ ആ പരീക്ഷണങ്ങൾ അത് അള്ളാഹുവിലേക്ക് വിനയപ്പെട്ടു മടങ്ങാനും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനുമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനും വിനയപ്പെട്ടു മടങ്ങാനുമൊക്കെയാണ് ഇത്തരം ദുരന്തങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി ആലോചിക്കണം. അതോടൊപ്പം തന്നെ ഏതൊരു സന്ദർഭത്തിലും നമ്മൾ മടങ്ങുമ്പോ ആ മടക്കം അത് സമാധാനത്തിന്റെ മടക്കമാവണം. മടങ്ങിച്ചെല്ലുന്നിടത്തും നമുക്ക് സമാധാനമുണ്ടാവണം. ആർക്കാണ് പ്രിയപ്പെട്ടവരെ രക്ഷയുള്ളത്? ആർക്കാണ് പ്രിയപ്പെട്ടവരെ സമാധാനമുള്ളത്? ആരുടെ തുലാസുകളാണോ കനം തൂങ്ങുന്നത്, അവൻ തൃപ്തികരമായ ജീവിതത്തിലാണ്. ആരുടെ തുലാസുകളാണോ കനം കുറയുന്നത്, അവന്റെ ഉമ്മ, അവന്റെ സങ്കേതം അത് ഹാവിയാണ്. എന്താണ് ആ ഹാവിയ എന്ന് നിനക്കറിയുമോ? അത് കത്തിജ്വലിക്കുന്ന നരകമാണ്. അതുകൊണ്ട് ഏതൊരു നിമിഷം അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയമായി ഈ നാട്ടിൽ നിന്ന് എന്നേക്കുമായി നമ്മൾ നീക്കപ്പെടുമ്പോ നമ്മുടെ കയ്യിൽ ആ തുലാസിൽ കനം തൂങ്ങുന്ന ഘനമുള്ള മുതലുമായി പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് നാം ഒരുങ്ങിയിട്ടുണ്ടോ? ആ മീസാനിൽ കനം തൂങ്ങാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടോ? നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. പ്രളയം ഒരുപക്ഷെ നമുക്കും വരാം. നേരത്തെ സൂചിപ്പിച്ചില്ലേ, ആരും ഇവിടെ സുരക്ഷിതരല്ല. നമ്മുടെ മരണമാണ് നമ്മുടെ അന്ത്യദിനം എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് മീസാനിൽ അമലുകൾ ഉണ്ടായാൽ പോരാ, അത് ഘനമുള്ള അമലായി മാറാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശിർക്കില്ലാത്ത, അതേപോലെ തന്നെ വിദ്അത്തില്ലാത്ത, അത് നമ്മുടെ കർമ്മങ്ങളും നഷ്ടപ്പെടുത്താത്ത ഇഖ്ലാസോടുകൂടിയുള്ള കർമ്മങ്ങൾ പ്രിയപ്പെട്ടവരെ ഉണ്ടാവേണ്ടതുണ്ട്. അത് നമ്മൾ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കുക, ഞാൻ സ്വീകരിച്ച വിശ്വാസം അത് ശരിയായ വിശ്വാസമാണോ? അല്ലാഹുവിൽ പങ്കു ചേർക്കാത്തൊരു വിശ്വാസം എനിക്കുണ്ടോ? ആത്മാർത്ഥമായി പരിശോധിക്കണം. എന്റെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? ഇന്ന് സുബഹിക്ക് പള്ളിയിലേക്ക് പോയോ? അതേപോലെ തന്നെ നമസ്കാരത്തിൽ കൃത്യതയുണ്ടോ? ഓരോരുത്തരും ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഖുർആൻ പാരായണം എവിടെ എത്തിയിട്ടുണ്ട്? നമ്മുടെ ഒഴിവ് സമയം എത്രത്തോളം അല്ലാഹുവിന് വേണ്ടി നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? നമ്മുടെ സാമ്പത്തിക രംഗം എത്രമാത്രം വിശുദ്ധമാണ്? ലൈംഗിക സദാചാര മേഖലയിൽ നാം എത്രത്തോളം ജാഗ്രത പാലിക്കുന്നുണ്ട്? ലഹരി നമ്മോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ? അതൊക്കെ ഗൗരവത്തോടുകൂടി ആലോചിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. ഓരോ പരീക്ഷണവും നമ്മുടെ മുമ്പിൽ ഓരോ ചോദ്യചിഹ്നമായി നമ്മുടെ ജീവിതത്തെ വിശുദ്ധമായി കൊണ്ടുപോകാനുള്ള സംവിധാനമാണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. സർവശക്തനായ അള്ളാഹുവിനെ അറിഞ്ഞ് അവന്റെ നിയമങ്ങൾ കൃത്യമായി പാലിച്ച് അള്ളാഹുവിലേക്ക് വിശുദ്ധരായി മടങ്ങാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ മൻ ഇത്തബഅഹു ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അമ്മാ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദർഭത്തിൽ ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കൂടി നമുക്ക് ബാധ്യതയുണ്ട്. ഒന്ന്, അത്തരം ഒരു ദുരന്ത മുഖത്ത് നിന്ന് നമ്മൾ കേട്ട ഒരു ചോദ്യമാണ്, ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? എന്താണ് ഈ ഒരു പരീക്ഷണത്തിന് വിധേയമാവാൻ ഞങ്ങൾ ചെയ്തത്?
എന്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാനുള്ള കാരണം? അതിന് നമുക്ക് പറയാനുള്ള ഉത്തരം, തെറ്റു ചെയ്യണമെന്നില്ല പരീക്ഷിക്കപ്പെടാൻ. തെറ്റുകൊണ്ടല്ല പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ടത് പ്രവാചകന്മാരാണ്. വിശുദ്ധരായി ഭൂമിയിൽ ജീവിച്ചവരാണ് പ്രവാചകന്മാർ. അവരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയമായത്. അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന നിലക്കാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്, ബാക്കിയായവരെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നാണ് പൊതുവെ ചാനൽ ചർച്ചകളിലൊക്കെ. ഇനി ബാക്കി വന്നവരെ നമ്മൾ എങ്ങനെ ആശ്വസിപ്പിക്കും, ബാക്കി വന്നവരെ നമ്മൾ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നാണ് പൊതുവെ ചാനലുകളിൽ അതിന്റെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു പ്രത്യേക കാര്യമായി എടുത്തു പറയാനുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഈ ലോക ജീവിതം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ജീവിതമല്ല. നമുക്കറിയാം, യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ പരലോക ജീവിതമാണ്. അതാണ് ശാശ്വതമായ ജീവിതം. വമാ ഹാദിഹിൽ ഹയാത്തി ദുനിയ ഇല്ലാ ലഹ്വുൻ വലഇബുൻ. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതൊരു കളിയും തമാശയുമായി ഉള്ളൊരു ജീവിതമാണ്, അല്ലേ? എന്നാൽ വഇന്ന ദാരിൽ ആഖിറ, പരലോകമാണ് ലഹിയൽ ഹയവാൻ, യഥാർത്ഥ ജീവിതം. ലൗ കാനൂ യഅലമൂൻ, അവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് വിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായം 64-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവിടെ വിജയം കിട്ടലാണ് ലക്ഷ്യം. മരണം എല്ലാവർക്കും ഉണ്ട്. അത് എങ്ങനെയാണ്, എപ്പോഴാണ്, ഏത് രീതിയിലാണ് എന്ന് നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ടാണ് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നത്, നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ കൂലി നിങ്ങൾക്ക് പരലോകത്ത് പൂർത്തിയായി നൽകും. എന്നിട്ട് അല്ലാഹു പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖില ജന്ന ഫഖദ് ഫാസ്. ആരാണോ ആ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തത്, അവരാണ് വിജയിച്ചവർ എന്നാണ്. അപ്പൊ അതുകൊണ്ട് അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. യഥാർത്ഥ വിജയം പരലോകമാണ്. അവിടെ രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഉണ്ടാവേണ്ടത്. അതോടൊപ്പം തന്നെ ദുരിതത്തിൽ മരണപ്പെട്ടവർ വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, അവർക്ക് രക്തസാക്ഷി ഷഹീദിന്റെ കൂലിയുണ്ട് എന്നാണ്. അത്തരം ആളുകളിലൊക്കെ അവരുള്ള ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കണം. ഇനി പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ആളുകൾ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. എന്തൊന്ന് ലോകത്ത് സംഭവിക്കുന്നുവോ അതിനൊക്കെ കൃത്യമായൊരു രേഖയുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലാവട്ടെ, ഭൂമിയിലാവട്ടെ, എവിടെയാണെങ്കിലും. നമുക്കൊരു ഒറ്റ ആയത്ത്, 57-ാം അധ്യായം 22-ാമത്തെ ആയത്ത്, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി, ഈ ഭൂമിയിൽ ഒരു മുസീബത്തും ബാധിക്കുന്നില്ല, വലാ ഫി അൻഫുസിക്കും, നിങ്ങളുടെ ശരീരങ്ങളിലും, ഇല്ലാ ഫി കിതാബിൻ, ഒരു രേഖയിലില്ലാതെ, മിൻ ഖബിലി അൻ നബ്റഅഹ, അത് നേരത്തെ രേഖപ്പെടുത്തപ്പെട്ട ഒരു രേഖയിലില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ എന്താണ്, മുണ്ടക്കയിൽ ആ മല ഇടിഞ്ഞ് പോവണമെന്ന് അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ രക്ഷപ്പെടേണ്ടവരും അതിൽ മരിക്കേണ്ടവരുമൊക്കെ അള്ളാഹു നേരത്തെ തീരുമാനിച്ചവരാണ്. തീരുമാനപ്രകാരം പ്രിയപ്പെട്ടവരെ നടക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് നമുക്ക് വേറൊന്നും ചിന്തിക്കാനില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തി ലിമാ മനഅത എന്നല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ പറയുന്നത്. ഖലാ ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഈമാൻ കാര്യത്തിലെ 6ാമത്തെ വിശ്വാസമാണ്. അത് പടച്ചോന്റെ അടുത്ത് നിന്ന് ഉണ്ടാവുന്നതാണെന്നുള്ള വിശ്വാസം. അതും കൂടി പൂർത്തിയായാലേ ഈമാൻ കാര്യം പൂർത്തിയാവുള്ളൂ. അതുകൊണ്ട് ആ ഒരു ചിന്ത കൂടി ഉണ്ടാവണം. 4ാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇനി എങ്ങനെയാണ് അവര് ജീവിക്കുക, ഈ ബാക്കിയായവര് ഇനി എന്താ ചെയ്യുക എന്നാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും ആളുകൾ ചർച്ച ചെയ്യുന്നത്. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന നമുക്ക് എല്ലാം നൽകിയത് അള്ളാഹുവാണ്. അവന് തന്നെ ഓരോരുത്തരെയും ഉയർത്താൻ കഴിയും. നമ്മളാരും വന്നപ്പൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. നമ്മുടെ എല്ലാ സമ്പത്തും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും അള്ളാഹു നൽകിയതാണ്. അത് ഒരുപക്ഷെ നമ്മുടെ വാപ്പക്ക് നൽകി അതുവഴി നമുക്ക് കിട്ടിയതാകും. എന്തായാലും നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല.
എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ദുരന്തത്തിൽപ്പെടാത്ത നമ്മുടെ ബാധ്യതയാണ് അവരുടെ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ടോ അത് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അപ്പൊ ആ പ്രദേശത്തോട് ഏറ്റവും അടുത്തു കിടക്കുന്ന നമ്മുടെ ബാധ്യത കൂടിയാണ് അവരെ സംരക്ഷിക്കുക എന്നത്. അതുകൊണ്ട് ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ്, ഇന്നത്തെ കളക്ഷൻ അതിനു വേണ്ടിയുള്ള കളക്ഷനാണ്. QR കോഡ് ഉപയോഗിച്ചുകൊണ്ടും എന്ത് ചെയ്യാൻ നമുക്ക് സഹായിക്കാം. ഇതിൽ മാത്രം ഒതുങ്ങേണ്ടതില്ല, എങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇല്ലാതിരിക്കട്ടെ, വരും നാളുകളിൽ ഒരുപക്ഷെ നമ്മുടെയൊക്കെ പുഴയോരങ്ങളിൽ നമ്മുടെ പരിസരങ്ങളിലുള്ള നാൽക്കാലികൾ, നായകളും പട്ടികളും ഒക്കെ ഒരുപക്ഷെ വയനാട്ടിൽ ആ പ്രദേശത്ത് ജീവിച്ച ആളുകളുടെ ശരീരഭാഗങ്ങളും കടിച്ചുകൊണ്ടുവരുന്ന സാഹചര്യമുണ്ടാകുമോ എന്നുപോലും നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. കിട്ടാത്ത ഒരുപാട് ശരീരഭാഗങ്ങളുണ്ട്. ഒരുപക്ഷെ വരും നാളുകളിൽ അത്തരം ദുരന്തങ്ങൾ കൂടി കാണാനുള്ള ഒരു അവസ്ഥ നമുക്കൊക്കെ ഉണ്ടായേക്കാം. ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കാം. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم